ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. നമ്മളിപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള കുറുവാ ദ്വീപിൻ്റെ അടുത്തുള്ള നമ്മളുടെ സുജാത മനോഹരൻജിയുടെ വീട്ടിലാണുള്ളത്. അവർ VMCയിലെ ആനാപാനസതി മെഡിറ്റേഷൻ ചെയ്തിട്ട് അവരിൽ വന്ന മാറ്റങ്ങൾ, അവരിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങൾ തോറും ഈ ഒരു ക്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രയത്നങ്ങൾ, അതിലുള്ള വിജയങ്ങൾ, അപ്പോൾ അവരിൽ എന്ത് മാറ്റങ്ങളാണ് വന്ന് എങ്ങനെയാണ് ഇതിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ഇത്രയും ദിവ്യമായിട്ടുള്ള ഡെഡിക്കേഷൻ അവരിലുണ്ടായെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വെൽക്കം സുജാതമ്മ, വെൽക്കം ടു VMC മലയാളം. യെസ്, പരമഗുരു പത്രിജിക്ക് ഞാൻ നന്ദി പറയട്ടെ. എന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് അതേപോലെ ഉൾക്കൊണ്ടിട്ട് ഇത്രയും ദിവ്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന പ്രയത്നത്തിന് നന്ദി സുജാതമ്മ. ഓക്കെ, സുജാതമ്മയ്ക്ക് എപ്പോഴാണ് ഈ VMC കണക്ട് ആയത്? ആദ്യമായിട്ട് ഞാൻ ബ്രഹ്മശ്രീ ഉറക്കെ പറഞ്ഞോളൂ. പിതാമഹ പത്രിജിക്ക് കോടി നന്ദി ഞാൻ ആദ്യമേ പറയുക. കാരണം അതിൽ കൂടെ നമുക്ക് വന്നൊരു സീമാജീനെ നമുക്ക് കിട്ടിയതിന് ഒരുപാട് നന്ദി. ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് നന്ദി. സീമാജിക്കും ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഒരുപാട് നന്ദി. ഈ ദിവ്യമായിട്ടുള്ള ഈ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവ്യ അവതാരമായിട്ട് നമുക്ക് തന്ന ഈ പ്രപഞ്ചത്തിനും സർവഗുരു പരമ്പരകൾക്കും ഞാൻ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയാണ്. താങ്ക് യു കോടി നന്ദി, ആയിരം നന്ദി, നന്ദി. നമസ്കാരം. ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കും. യെസ് സുജാതമ്മ, ഇപ്പോൾ ഓരോരുത്തരും അതേ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോഴാണ് ഇതിനൊരു പരിഹാരം എവിടെയെന്ന് ചോദിച്ചിട്ട് മെഡിറ്റേഷനിലേക്ക് വരിക. സുജാതമ്മയ്ക്ക് ഫൈനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികൾ വെരി വെൽ സെറ്റിൽഡ്. ചേട്ടായി ആണെങ്കിൽ ഇത്രയും കൃഷി സ്ഥലങ്ങളൊക്കെ ഫെൻറ്റാസ്റ്റിക് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു മഹാത്മാവ് അല്ലേ, എല്ലാ സപ്പോർട്ടും തരുന്ന. പിന്നെ അനാരോഗ്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് കണക്ട് ആയത്? ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഒരുപാട് ആ പാദത്തിൽ നമസ്കരിക്കും. ഉറക്കെ പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരിക്കൽ കൂടി നന്ദി പറയാം. യെസ് മാം. എനിക്ക് ഇത് ഈ സത്യം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര എൻ്റെ ആത്മാവ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സീമാജി ഇവിടെ വരണം എന്നൊരു മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. VMC എപ്പോഴാണ് കേട്ടത്? VMC ഒരു 2.5 വർഷമായി ഞാൻ VMC കേൾക്കാൻ തുടങ്ങി. കേൾക്കുമ്പോൾ എന്ത് തോന്നി? VMC കേട്ട അന്ന് തുടങ്ങി ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. നോൺ വെജ് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. മെഡിറ്റേഷനിൽ കൂടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഞാൻ ഉണർവും ഉന്മേഷവും. സുജാതമ്മ ചേട്ടായിയുടെ ഒപ്പം ഈ കാപ്പിത്തോട്ടങ്ങളിലും ഈ കൃഷിയൊക്കെ നോക്കില്ലേ? എല്ലാത്തിനും സഹായിക്കും. എല്ലാത്തിനും ഒരുപാട് സഹായിക്കും. എന്നെയാണെങ്കിലും സഹായിക്കും. ഞങ്ങൾ ഒരുപാട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് ഇന്ന് വരെ. 2 പെൺമക്കളും കല്യാണം കഴിഞ്ഞ് സെറ്റിലായി, നിങ്ങൾ മാത്രമാണ് അല്ലേ? അപ്പൊ ഒരുപാട് സമയമുണ്ട് കൃഷി ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ ഇല്ലേ? സമയമുണ്ട്. അപ്പം ഞാൻ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒരു സ്ഥാപനത്തിന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് 2-3 മണിക്കൂർ അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണിച്ച് അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ ഇതൊരു സത്യങ്ങളാണ്. പിന്നെ വീഡിയോസ് നിരന്തരം കേട്ടോണ്ടിരിക്കും, എപ്പോഴും കേട്ടോണ്ടിരിക്കും. അത് എൻ്റെ ജോലി സമയത്ത് പാചകം ചെയ്യുമ്പോഴും, പിന്നെ അവിടെ വന്നപ്പോഴും അത് അടുക്കളയിൽ തന്നെയാണ്. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനത് കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഒരുപാട് അത് അറിയാൻ കഴിഞ്ഞു, ആഴങ്ങളിലേക്ക് അറിയാൻ കഴിഞ്ഞു. ഓരോ സത്യം കേൾക്കുമ്പോ സുജാതമ്മയ്ക്ക് എന്ത് തോന്നി? എന്ത് തോന്നി? ഈശ്വര, എല്ലാരും ഇതറിയണം, ഈ സത്യങ്ങൾ എല്ലാരും ഉൾക്കൊള്ളണം. പിന്നെ ഈ ക്ഷേത്രങ്ങൾ തോറും ആരും ആചരിച്ചിട്ടല്ലാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് എന്നാ എനിക്ക് തോന്നി. അല്ലെങ്കിൽ അത് എന്തായാലും പ്രാവർത്തിയാക്കണം. അപ്പം ക്ഷേത്രങ്ങൾ തോറും എനിക്കിത് പ്രചരിപ്പിക്കണം, എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. അങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ സന്തോഷമായിട്ട് സീമാജി ഈ വീട്ടിലേക്ക് എത്തി. ആ പുണ്യാത്മാവ് ഇവിടെ എത്തിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നണത്. ഒരു പരാശക്തിയാണ് നമ്മളെ വീട്ടിൽ വന്നത്. അതാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. നമ്മളൊക്കെ അത് തന്നെ അമ്മ. ഓക്കെ, അതല്ല ഇപ്പോൾ ഈ ഓരോ സത്യങ്ങളും ഉള്ളിൽ ഉൾക്കൊണ്ടപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സുജാതമ്മ ചെയ്യുന്ന പ്രയത്നങ്ങളിൽ എത്ര വിജയം സാധിച്ചു? ജനങ്ങൾ എങ്ങനെ അംഗീകരിച്ചു?
ജനങ്ങളെല്ലാം കുറെ ആളുകൾ അത് അംഗീകരിക്കുന്നുണ്ട്, കുറെ ആളുകൾ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഒരുപാട് ഞാൻ തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഞാൻ തരണം ചെയ്ത എനിക്ക് അവരോടൊക്കെ നന്ദി പറയും. ഞാൻ എല്ലാവരോടും. എങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ? തടസ്സങ്ങൾ പിന്നെ ഞാൻ ഈ ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ ഒരുപാട് പിന്നെ ഒരു ഹാളിലൊക്കെ ഇന്ന് ധ്യാനം ചെയ്യുമ്പോൾ അത് അവിടെ വന്ന് അടച്ചിടുക, പിന്നെ ഒച്ച ചെയ്യിക്കുക, പൂജ ചെയ്യുന്നവർ അവിടെ വന്നിട്ട് ഒച്ച ഇടുക ഒക്കെ ചെയ്ത് അങ്ങനെ കുറെ വാതിലടക്കം അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ട് അല്ലേ? ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ വാതിൽ വേറെ തുറന്ന് ഫോൺ വിളിച്ച് വരുത്തി അങ്ങനെ തുറന്നിട്ടുണ്ട്. അങ്ങനെ എന്നാലും എനിക്ക് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. അവരോട് അന്നൊക്കെ എന്താ നന്ദി പറയാ, അത് എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം എനിക്ക് എന്റെ മനസ്സിന്റെ ഉള്ളില് തോന്നി. അപ്പൊ അവരോടൊക്കെ നന്ദി പറയും. ഇപ്പൊ അവരിൽ മാറ്റം വന്നോളാം. ഇപ്പൊ അവരോടും എന്നോടും നന്നായിട്ട് വർത്താനം പറയുകയും ചെയ്യും. കുറച്ച് എൻ്റെ നേരത്തുള്ള വീഡിയോസ് ഒക്കെ കേട്ടു. അതെ, അവരും അതൊരു പരീക്ഷണമായിട്ട് അല്ലേ? പരീക്ഷണമായിട്ട്. അപ്പൊ യോഗ ചെയ്യിപ്പിക്കുന്ന ഒരു ലേഡീസ് ഉണ്ട് അവിടെ. അത് എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. സീമാജിന്റെ വീഡിയോസ് കേൾക്കും. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഒരു 10-15 പേര് എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വീഡിയോസ് കേട്ടിട്ട് ഞാൻ പുഴക്കര ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് അത് ചെയ്യിപ്പിച്ചപ്പോൾ അവരെല്ലാരും വന്നു. അവരെല്ലാരും ഉൾക്കൊണ്ട് ആചരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇരിക്കാൻ കസേരകൾ തികഞ്ഞില്ല, അത്രയും ആൾക്കാർ വന്നില്ല. അതെ അതെ അതെ. അതിനെ ഉൾക്കൊണ്ടവരും ഉണ്ട്, ഉൾക്കൊള്ളാത്തവരും ഉണ്ട്. കുഴപ്പമില്ല, നമ്മുടെ അത് ഓരോ ആത്മസ്ഥിതിക്കനുസരിച്ച്. വെജിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് പലരും വിമർശിക്കും. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളിലേക്ക്, ഇപ്പോൾ സുജാതമ്മയുടെ മക്കളുടെ കുട്ടികളിലുള്ള ആ തിരിച്ചറിവ്, അവർ പറയുന്ന ഓരോ വാക്കുമൊക്കെ സുജാതമ്മ പറയാറുണ്ടല്ലോ, ഇതൊക്കെ ആത്മസ്ഥിതിയിലുള്ളവർ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ മക്കൾ പറയുന്നതായിട്ട് സുജാതമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളിലേക്കാണ് ഇത് ഓർമ്മിപ്പിക്കേണ്ടത്. അവർ മറന്നുപോയ ദിവ്യത്വത്തെ ഓർമ്മിപ്പിക്കണം എന്നുള്ള ഒരാശയം ഉദിക്കാൻ ഇതാണ് കാരണം. അപ്പോൾ ഈ ആശയം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളിൽ നമ്മൾ വളർത്തണം. ഈ പുതുതലമുറയിലേക്ക് നമ്മൾ കുഞ്ഞു കുട്ടികളിൽ അമ്പലങ്ങൾ തോറും നല്ല ആചാരങ്ങളൊക്കെ മെഡിറ്റേഷനൊക്കെ കൊടുത്ത് അവര് അമ്മമാരൊക്കെ വന്നിരുന്ന് അത് കേട്ട് ആചരിച്ച് ഈ എന്താ പറയാ നല്ല രീതിയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ എന്നോട് കുറെ പേര് ഇങ്ങോട്ട് കുറെ കുട്ടികളെ അമ്മമാർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഒരാചാര്യ വരുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കാന്നുള്ള ഒരു വാക്ക് കൊടുത്തവർക്ക്. അപ്പൊ ഇനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മള് സീമാജി വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ തിരുനെല്ലി അമ്പലത്തിൽ പോയി, പിന്നെ വെള്ളിയൂർക്കാവ് നമ്മുടെ ദേശീയോത്സവമായിട്ടുള്ള 14 ദിവസത്തെ ഉത്സവമാണ്. അവിടെ പോയി സീമാജിനെ പോയി അവിടെ പോയി ധ്യാനം ഇരുന്നു. തിരുനെല്ലി പോയി ധ്യാനം ഇരുന്നു. പാപനാശിനിയിൽ കുളിച്ചു സീമാജി. പിന്നെ എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങള് സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സ്വാഗതം ചെയ്ത പോലെ ഇനിയും അവിടെ പ്രചരിപ്പിച്ച അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പ്രപഞ്ചശക്തി അനുഗ്രഹിച്ച് നമുക്ക് അത് തരട്ടെ. അതെ അതെ, തിരുനെല്ലിയിലും വള്ളിയൂർക്കാവിലും അത് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. ഇനി അവര് സന്തോഷത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഇവിടെയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവസരം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രപഞ്ചശക്തി തീരുമാനിക്കട്ടെ, അമ്മ തീരുമാനിക്കട്ടെ. അതെ. എന്നാലും അതിനുള്ള പ്രയത്നം സുജാതമ്മ ചെയ്യാനുള്ള ആ ഒരു തപന, അത് വളരെയധികം കൃതജ്ഞത ഉണ്ട് എനിക്ക്. എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും നന്ദി പറയുന്നു. പിന്നെ എന്തായാലും എല്ലാവരും ഈ VMCയിലേക്ക് വരണം. എൻ്റെ മനസ്സ് എപ്പോഴും തപിക്കുന്നത് അത് തന്നെയാണ്. എല്ലാവരും വരണം. എൻ്റെ കുടുംബങ്ങളായിട്ടായാലും ഈ പ്രദേശങ്ങളായാലും എന്തായാലും വയനാട് ജില്ലയിൽ ഒരു ദുരന്തങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാനുള്ള ഒരു ദൂരോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റൂലെങ്കിലും ഇങ്ങോട്ടേക്ക് ഇവിടെയുള്ളവരിൽ എത്തിച്ചിട്ട് സംരക്ഷിക്കാന്നുള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ വെച്ചാൽ വയനാട് എന്ന് പറഞ്ഞാൽ അത്രയും ദിവ്യമായിട്ടുള്ളൊരു പ്രദേശമാണ്. അത്രയും ഇപ്പം നോക്കിയ ഉത്തരകാശി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ജനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും തിരിച്ചറിവും ഉണ്ടായി. എല്ലാ ദേവാലയങ്ങളും ധ്യാനാലയങ്ങളായി. ദേഹം ക്ഷേത്രമായവർ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട മഹാ-ആവശ്യകത മനസ്സിലാക്കി കൊടുത്ത് അഹിംസ പരമോധർമ്മ എന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ടുള്ള അത് ഉത്തരകാശിയിൽ അവർ പറഞ്ഞില്ലേ, ഇതൊക്കെ എഴുതി വെക്കണം. നമ്മുടെ കോൺടാക്ട് നമ്പർ മേടിച്ചു. അതായത് അഹിംസ പരമോധർമ്മ എന്നുള്ള വിശ്വനിയമങ്ങളൊക്കെ ഇനി അമ്പലനടകളിൽ എഴുതി വെക്കണം എന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അപ്പോൾ അതൊക്കെ സുജാത അമ്മ
സുജാതമ്മ വളരെയധികം ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്ത പ്രയത്നങ്ങളുടെ അനന്തരഫലങ്ങളാണ്. താങ്ക് യു അമ്മ. യൂണിവേഴ്സ് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും പ്രകൃതി മാതാവ്. താങ്ക് യു സുജാതമ്മ. സീമാജിനോട് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരും നന്ദി പറയണം കേട്ടോ. ഒരുപാട് സീമാജി എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ പറ്റില്ലാത്ത ഒരു അപാര ശക്തി. അരേ താങ്ക് യു അമ്മ. ശരി എന്നാ. താങ്ക് യു. ഓക്കെ. എല്ലാവരോടും താങ്ക് യു പറയണു. ഓക്കെ മൈ ഡിയർ മാസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ അറിഞ്ഞ സത്യങ്ങളെ ഇപ്പോൾ സുജാതമ്മ ചെയ്ത പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദിവ്യമായിട്ടുള്ള പ്രയത്നം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സകല അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ഇപ്പോൾ ഭൂമിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടായാലും പ്രകൃതി വൈപരീത്യങ്ങളായാലും. അപ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്കും ആചരിച്ച് ആദർശമാവുമ്പോൾ ഭൂമാതാവ് തീർച്ചയായിട്ടും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കും. ഓക്കെ, ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.